ഹാഷ് മാപ്പിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് ആണ് നോക്കണേ. ഫസ്റ്റ് ഹാഷ് മാപ്പ് എന്താണെന്ന് നോക്കാം. ജാവയിൽ തന്നെ കളക്ഷൻ ഫ്രെയിം വർക്കിൽ വരുന്നതാണ് ഹാഷ് മാപ്പ്. ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഡാറ്റ സ്ട്രക്ചറാണ് ഹാഷ് മാപ്പ്. സോ ഇതിൽ കീ വാല്യൂ പേഴ്സ് ആയിട്ടായിരിക്കും എപ്പോഴും ഡാറ്റ സ്റ്റോർ ചെയ്യുക. നമ്മുടെ എലമെൻസൊക്കെ ഒരു കീയും ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും. സോ ബേസിക്കലി ഹാഷിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കീ ആഡ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇതിന് ഹാഷ് മാപ്പ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ കളക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളക്ഷൻ ഫ്രെയിം യൂട്ടിൽ പാക്കേജിലുള്ള കളക്ഷൻ ഫ്രെയിം വർക്കിലാണ് ഹാഷ് മാപ്പ് വരുന്നത്. മാപ്പ് ഇംപ്ലിമെൻറ്റേഷനാണ് ഇതിൻ്റെ ബേസിക് കോർ എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മളൊരു കീ വെച്ചിട്ട് വാല്യൂ സെർച്ച് ചെയ്യാൻ നേരത്ത് കീ എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. സോ ഹാഷ് മാപ്പിൽ നമ്മൾ എപ്പോഴും കീ യൂണീക്ക് ആയിട്ടായിരിക്കും എപ്പോഴും ആഡ് ചെയ്യുക. സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലുക്കപ്പ് ടേബിൾസ് ഉണ്ടാക്കുക. അതായത് നമുക്ക് കീ വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എപ്പോഴാണോ വാല്യൂ ആവശ്യമുള്ളത് ആ ലുക്കപ്പ് ടേബിളിൽ പോയി കഴിഞ്ഞാണെങ്കിൽ യൂണീക്കായിട്ടുള്ള കീ അനുസരിച്ചുള്ള വാല്യൂസ് ഉണ്ടാകും. അതുപോലെ ക്യാഷിങ്, സ്റ്റോറിങ്, കോൺഫിഗറേഷൻസിനൊക്കെ നമ്മൾ ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് ഹാഷ് മാപ്പിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇൻറ്റേർണലി ഇതിൻ്റെ കീ കമ്പോണൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് അറേ നോട്ട്സാണ്. അതായത് നോഡ് ഒബ്ജക്ട്സിൻ്റെ ഒരു അറേ ആയിട്ടായിരിക്കും എപ്പോഴും ഹാഷ് മാപ്പ് ഇൻറ്റേർണലി വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഓരോ നോഡിലും ഒരു കീ ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും, ഹാഷ് ഉണ്ടാവും. അതുകൂടാതെ അടുത്ത നോഡിൻ്റെ റെഫറൻസ് പോയിൻറ്റും ഉണ്ടാവും അതിൽ. സോ നോഡ്സിൻ്റെ ഒരു അറേയാണ് ബേസിക്കലി ഹാഷ് മാപ്പിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് എന്ന് പറയുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഷിംഗ് ഉപയോഗിച്ച്, അതായത് ഹാഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ ഇൻറ്റീജർ മോഡിലേക്ക് മാറ്റുന്നതാണ് ബേസിക്കലി ഹാഷിംഗ് എന്ന് പറയുന്നത്. ഹാഷിംഗ് വെച്ചിട്ട് ഓരോ കീയും സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്കതിൻ്റെ ലോഡ് ഫാക്ടർ എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് എലമെൻറ്റ്സ് അത് ഇനിഷ്യലൈസ് ചെയ്തു ഹാഷ് മാപ്പ്. അത് കഴിഞ്ഞിട്ട് അതിന് ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ നേരത്ത് അതിന് മെയിനായിട്ട് നോക്കുന്നത് ലോഡ് ഫാക്ടറും ത്രെഷോൾഡാണ്. സോ നമുക്കിപ്പോൾ എത്ര കീ എലമെൻറ്റ്സ് വരുന്നുണ്ട് അതിനനുസരിച്ച് ഡൈനാമിക്കായിട്ട് ഹാഷ് മാപ്പിൻ്റെ റീസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഇൻസേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഷ് കോഡ് ഉണ്ടാക്കുന്നത് ഹാഷ് കോഡ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഹാഷ് കോഡ് ഉണ്ടാക്കിയിട്ടാണ് ഓരോ കീയും ഹാഷ് മാപ്പിലേക്ക് ആഡ് ചെയ്യണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഷിംഗ് മാത്രമല്ല, അതിൻ്റെ ഒരു ഇൻഡെക്സും കൂടി നോക്കണം. അപ്പോൾ നമ്മളൊരു എലമെൻറ്റ് സെർച്ച് ചെയ്യാൻ നേരത്ത് അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഇൻഡെക്സ്. അതിൻ്റെ പെർഫോമൻസ് കൂട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇൻഡെക്സ്. ഓക്കെ, സോ നമ്മളെപ്പോഴും നോക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പിലേക്ക് എപ്പോഴും പുതിയ എലമെൻറ്റ്സ് വരുന്നു അത് ഇൻഡെക്സ് വെച്ചിട്ടുള്ള ബക്കറ്റിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എലമെൻറ്റ് ഒരു യൂണിക് കീ ആഡ് ചെയ്തു, പിന്നെയും നമ്മൾ സെയിം യൂണിക് കീ ആണ് ആഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ സെയിം ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ നോഡിൽ അല്ലെങ്കിൽ ആ അറേ ഓഫ് നോഡ്സിൽ എവിടെയാണോ നമ്മുടെ കീ ഉള്ളത് അവിടെ ഓൾറെഡി കീ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊളീഷനിലേക്ക് പോകും. നമ്മളിനി നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കൊളീഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിക്കും. ഇപ്പോൾ അത് ഓൾറെഡി കീ ഇല്ലാത്തതാണ്. ഹാഷ്ഡ് ഫംഗ്ഷൻ വെച്ചിട്ട് റെഫറൻസ് എടുത്തു, എം ടി ആയിട്ടുള്ള നോഡാണെങ്കിൽ, എം ടി ആയിട്ടുള്ള അറേ ആണെങ്കിൽ അതിലേക്ക് ഈ പുതിയ നോഡ് ആഡ് ചെയ്യും. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളിനി ഹാഷിങ്ങും ഇൻഡെക്സ് കാൽക്കുലേഷൻ ചെയ്യണമെന്ന് നോക്കുക. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടുള്ളത് ഹാഷിംഗ് ആണ്. ഹാഷിംഗ് മാത്രം പോരാ, അതിൽ ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂസ് പെട്ടെന്ന് പെർഫോമൻസ് കൂട്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇൻഡെക്സിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാഷ് കോഡ്, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഹാഷ് കോഡും അതിൻ്റെ n-1 ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ അറേ സൈസ് നോർമലി 16 ആയിരിക്കും. 16-1 അതിൻ്റെ രണ്ടിൻ്റെയും ബിറ്റ് വൈസ് ആൻഡ് എടുത്തിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഒരു കീ ABC ഉണ്ട്, നമുക്ക് അതിൻ്റെ ഹാഷ് കോഡാണ് 96354. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാഷ് കോഡ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മുടെ കീ ഓൾറെഡി ABC എന്നുള്ളത് നമ്മൾ ഹാഷ് കോഡാക്കി മാറ്റി. എന്നിട്ട് നമുക്ക് അറേ സൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 16 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട് ബിറ്റ് വൈസ് ആഡ് ചെയ്യുന്നതാണ് ഹാഷ് കോഡും 16-1. സോ ഇവിടെ നമുക്ക് 2 കിട്ടി. ഇനി നമ്മൾ വീണ്ടും ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാണ്. അതായത് വേറൊരു CDE എന്നൊരു എലമെൻറ്റ് കീ ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി അതിൻ്റെ ഹാഷ് കോഡ് ചിലപ്പോൾ സെയിം ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അതിനൊരു കൊളീഷൻ എന്ന് പറയുക. അതായത് രണ്ട് ഡിഫറെൻറ്റ് കീ ആണ് നമ്മൾ ആഡ് ചെയ്തത്, പക്ഷേ എൻ്റെ ഹാഷ് കോഡ് സെയിം ആയിട്ട് വന്നു. അങ്ങനെയുള്ള കേസിലും നമുക്ക് പോസിബിളാണ് കീ ആയിട്ട് ആഡ് ചെയ്യാൻ. അവിടെ നമ്മൾ ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യരുത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊളീഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളീഷൻ രണ്ട് സെയിം ഹാഷ് ഇൻഡെക്സ് വരുമ്പോഴാണ് നമുക്ക് കൊളീഷൻ സംഭവിക്കുക. പക്ഷെ എങ്ങനെയാണ് നമുക്ക് അത് ഹാൻഡിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇപ്പോൾ Java 7 മുമ്പുള്ളവരൊക്കെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തായിരുന്നു. അതായത് ഓരോ നോട്ട്സിലും ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവും. സോ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഇൻഡെക്സ് ചെയിനായിട്ട് നമുക്കതിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു തേർഡ് ഇൻഡെക്സിൽ 2 എലമെൻറ്റ് സെയിം ഹാഷ് കീ വന്നു. സെയിം ഹാഷ് കീ വരാൻ നേരത്ത് നമുക്ക് സെയിം കീ വെച്ചിട്ട് രണ്ടുപേരെയും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെയിം അറേ ഇൻഡെക്സിലേക്ക് ഈ 2 കീയും ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആയിരുന്നു Java 7 വരെ. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഡെക്സിൽ തന്നെ 2 കീസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ രണ്ടിൻ്റെയും റെഫറൻസ് പോയിൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു കീ വെച്ചിട്ട് വിളിക്കാൻ നോക്കാൻ നേരത്ത്, ഗെറ്റ് മെത്തേഡോ വിളിക്കാൻ നേരത്ത് ആദ്യം തന്നെ കീ ഹാഷ് ചെയ്യാൻ നേരത്ത് നമുക്ക് സെയിം ഇൻഡെക്സ് കിട്ടും. 2 ഡിഫറെൻറ്റ് കീ വിളിക്കാനും സെയിം ഇൻഡെക്സ് വരും. ആ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ വന്നിട്ട് അത് രണ്ടും വീണ്ടും കമ്പയർ ചെയ്യും. ഏതിനാണ് വിളിച്ചത്, ആ വിളിച്ചത് ഏതിനാണോ അതിൻ്റെ വാല്യൂ മാത്രം നമുക്ക് റെസ്പോൺസായിട്ട് കിട്ടും. ഓക്കെ, Java 8 കഴിഞ്ഞിട്ട് നമ്മൾ ബൈനറി ട്രീ ആണ് യൂസ് ചെയ്തത്, ബാലൻസ്ഡ് ബൈനറി ട്രീ. അത് നമ്മൾ ലുക്കപ്സിന് നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തു. അപ്പം നമ്മൾ ഹാഷ് മാപ്പ് പുട്ട് മെത്തേഡ് വെച്ചിട്ട് ആഡ് ചെയ്തു. അത് എങ്ങനെയാണ് നമ്മൾ റീട്രൈ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ റിട്രീവൽ പ്രോസസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ചെയ്ത അതേ ഫങ്ഷനാലിറ്റീസ് തന്നെ റിവേഴ്സ് ഓർഡറിലാണ് ചെയ്യണത്. നമ്മൾ കൊടുക്കാൻ നേരത്ത് കീയുടെ ഹാഷ് കാണും. ഹാഷ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബക്കറ്റ് ഏതാണെന്ന് n-1ഉം ഹാഷും ഉപയോഗിച്ച് നമ്മുടെ ബക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻഡെക്സ് കണ്ടുപിടിക്കും. അതുകൊണ്ട് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റോ അല്ലെങ്കിൽ ട്രീ കൂടെ അതിൽ കൂടെ ഇപ്പോൾ മോർ ദാൻ 1 എലമെൻറ്റ്സ് ഇന്ന സെയിം ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിഫറെൻറ്റ് ലിങ്ക്ഡ് ലിസ്റ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ അതിൽ പോയിട്ട് നമുക്ക് ഏത് കീയുടെ ആണ് വാല്യൂ ഉള്ളത് ആ കീ കണ്ടുപിടിക്കും. ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ റെസ്പോണ്ടായിട്ട് കൊടുക്കും. ഓക്കെ, സോ നമ്മളെപ്പോഴാണ് റീസൈസിങ് ഹാപ്പനിങ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രഷോൾഡ് ഉണ്ട് നമുക്ക്. അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റിൻ്റെ ലോഡ് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്യണേ. സോ റീസൈസിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ 2 രീതിയിൽ നമ്മൾ പറയാം. ക്രിയേറ്റ് ന്യൂ അറേ ഓഫ് ഡബിൾ സൈസ് ഓർ റീഹാഷ് ഓൾ എൻട്രീസ് ടു ന്യൂ ബക്കറ്റ്സ്. ഇത് രണ്ടാണ് നമ്മൾ എപ്പോഴും ഹാഷ് മാപ്പ് റീസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. ഓക്കെ, സോ നമുക്ക് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ട്രീ മാപ്പ് വച്ചിട്ട് കൊളീഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പ്രീവിയസ് വെർഷനെ അപേക്ഷിച്ച്, അതായത് 7 വരെയുള്ളതിനെ അപേക്ഷിച്ച് ഫാസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീ മാപ്പ് യൂസ് ചെയ്യണത്. ഓക്കെ, ഇതൊക്കെ Java 8ൻ്റെ ഒപ്പം വന്ന ഓപ്ഷൻസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റീസിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഇത്. ഓക്കെ, സോ നമ്മൾ ഏകദേശം ഹാഷ് മാപ്പിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ആഡ് ചെയ്യാൻ, എങ്ങനെ ഗെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞിട്ടിരുന്നത്, അതായത് കീസ് എപ്പോഴും ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും ഫോർ കറക്റ്റ് ബിഹേവിയർ, ആൻഡ് അത് യുണീക്ക് ആയിരിക്കും. ഓക്കെ, ഹാഷ് ഫങ്ഷൻസിൻ്റെ ക്വാളിറ്റി നമ്മുടെ കൊളീഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. നല്ല ഹാഷ് ഫങ്ഷൻ ആണെങ്കിൽ നമ്മുടെ കൊളീഷൻസ്, അതായത് ഒരു ഇൻഡെക്സിൽ മൾട്ടിപ്പിൾ കീസ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരാതെ തന്നെ ഹാഷ് ഫങ്ഷൻസ് വെച്ചതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പുതുതായിട്ട് വന്നതാണ് കൺകറൻറ്റ് ഹാഷ് മാപ്പ്. അതായത് നമ്മൾ ത്രെഡ് സേഫായിട്ട് നമുക്കൊരു മാപ്പ് വേണം. അതായത് മാപ്പിൽ മൾട്ടിപ്പിൾ ത്രെഡ്സ് ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ നേരത്തെ വരുന്ന കൺകറൻറ്റ് എക്സെപ്ഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൺകറൻറ്റ് ഹാഷ് മാപ്പ് യൂസ് ചെയ്യാം. സോ കൺകറൻറ്റ് ഹാഷ് മാപ്പ് മെയിൻലി നമ്മൾ സെഗ്മെൻ്റായിട്ട് തിരിച്ചിട്ടായിരിക്കും ഓരോ ത്രെഡും ആക്സസ് ചെയ്യുക. അതായത് ഒരു ത്രെഡ് വരാണെങ്കിൽ ആ ത്രെഡ് ഒരു സെഗ്മെൻ്റ് എടുക്കും, ആ സെഗ്മെൻറ്റിലുള്ള ഓപ്പറേഷൻസ് ആ ത്രെഡ് ചെയ്യും. വേറൊരു ത്രെഡിനും ആ സെഗ്മെൻറ്റിലേക്ക് ആക്സസ് ഉണ്ടാവില്ല. സോ അതാണ് കൺകറൻറ്റ് ഹാഷ് മാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡ് സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയിൽ സേഫ് ആയിട്ടുള്ള ഒരു മാപ്പ് നമുക്ക് കൺകറൻറ്റ് ഹാഷ് മാപ്പ് തരുന്നത്. സോ നമുക്കിന്ന് ഹാഷ് മാപ്പ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അതിലേക്ക് എങ്ങനെയാണ് വാല്യൂസ് ആഡ് ചെയ്യണമെന്ന് നോക്കാം. സോ ഹാഷ് മാപ്പ് നമ്മൾ ഓൾറെഡി Java യൂട്ടിൽ പാക്കേജിലുള്ളതാണ്. അതിൻ്റെ ഹാഷ് മാപ്പ് എന്നുള്ള ക്ലാസ് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മാപ്പ് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, മാപ്പിൽ എപ്പോഴും ഒരു കീയും വാല്യൂം ഉണ്ടാവും. സോ നമ്മളിവിടെ റാപ്പർ ക്ലാസ്സസ് ആണ് അതിൻ്റെ ജനറിക്കായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഹാഷ് മാപ്പിന് ഇൻറ്റിന് വരും ഇൻറ്റീജർ ആയിരിക്കും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സ്ട്രിങ്. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓരോ കീക്കും ഓരോ സ്ട്രിങ് വാല്യൂ ആയിട്ട് വരുന്നതാണ്. സോ ഇവിടെ നമുക്ക് കാണാം എപ്പോഴും ഇൻറ്റീജർ കീസ് എപ്പോഴും യൂണീക്ക് ആയിരിക്കും. 1, 2 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുട്ട് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുക. ആദ്യം വരുന്നത് കീ, രണ്ടാമത് വരുന്നത് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഞാനിപ്പോൾ അതായത് ഓൾറെഡി ആഡ് ചെയ്തൊരു
കീ വാല്യൂ പെയറിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിരുന്നു. കീ വെച്ചിട്ടാണ് നമ്മൾ അത് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. സോ രണ്ടാമത്തെ എംപ്ലോയിനെ നമുക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളതാണ് ഈ എംപ്ലോയി മാപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് 2 കൊടുത്തത്. സോ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം പ്രോഗ്രാം. സോ ഇവിടെ എംപ്ലോയി 2 പ്രിൻ്റ് ചെയ്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് രണ്ട് സെയിം കീ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കണം നോക്കാം. ഓക്കെ, സോ ഞാൻ ഓൾറെഡി നമുക്ക് 2 എന്നുള്ളൊരു കീ ഉണ്ട് ഈ ഹാഷ് മാപ്പിൽ. അതുകൂടാതെ 2 എന്നുള്ളൊരു കീ അഗെയിൻ ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കമ്പൈൽ ടൈമിൽ ഇതിലൊരു എറർ കാണിക്കുന്നില്ല. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഇത് നമ്മൾ IDE നമുക്കൊരു വാണിംഗ് തരുന്നുള്ളൂ, അല്ലാതെ വേറെ കമ്പൈൽ ചെയ്യാൻ നേരത്ത് എററൊന്നും കാണിക്കുന്നില്ല. സോ നമുക്കിതൊന്ന് വീണ്ടും റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സെയിം കീ വച്ചിട്ട് 2 വാല്യൂസ് ആഡ് ചെയ്തു. നമ്മൾ വേറെ കമ്പൈൽ ടൈം എററൊന്നും കിട്ടിയില്ല നമുക്ക്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കീ എംപ്ലോയി 2 ആയിരുന്നു, രണ്ടാമതും സെയിം കീ വെച്ചിട്ട് നമ്മൾ തേർഡെന്ന് കൊടുത്തു. ഇവിടെ എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കീയിലേക്ക് രണ്ടാമത് എന്താണോ നമ്മൾ അപ്പൻഡ് ചെയ്തത്, അതായത് അവസാനമായിട്ട് ആ കീയിലേക്ക് ഏത് വാല്യൂ ആണോ നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുത്തത് ആ വാല്യൂ ആയിരിക്കും എപ്പോഴും ഓവർറൈഡ് ചെയ്തിട്ട് പ്രിൻ്റ് ആവുക. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം എംപ്ലോയി 2 ആഡ് ചെയ്തെങ്കിലും പിന്നീടും സെയിം കീ വെച്ചിട്ട് നമ്മൾ വീണ്ടും ആഡ് ചെയ്തത് നെക്സ്റ്റ് ഒരു വാല്യൂ ആണ്. സോ അവസാനമായിട്ട് ഏത് വാല്യൂ ആണോ ആഡ് ചെയ്തത് ആ വാല്യൂ ആയിരിക്കും എപ്പോഴും പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, സോ ഞാനിത് ബാക്കി 3 തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ എംപ്ലോയി 2 ആയിരിക്കും, കാരണം നമ്മൾ 2 എന്നുള്ളൊരു കീക്ക് ഒരേ ഒരു വാല്യൂ ഉള്ളൂ. ഓക്കെ, സോ നമുക്കിങ്ങനെയാണ് ഇതിൻ്റെ കീയും വാല്യൂയും ആക്സസ് ചെയ്യുന്നതും എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് കീ ആയി വാല്യൂ ആയിട്ട് ആഡ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഇനി നമുക്ക് ഈ ഹാഷ് മാപ്പിൻ്റെ മാപ്പ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണമെന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ നോഡായിട്ടാണ് നമ്മൾ കീ വാല്യൂ പേഴ്സ് സ്റ്റോർ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓരോ നോഡിലും ഓരോ അറേ ഇൻഡെക്സിലും നോഡ്സ് ഒബ്ജക്റ്റ് ആയിട്ടും ഉള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം കീ ഉണ്ട്, വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ അടുത്ത നോഡിലേക്കുള്ള റെഫറൻസ് ഉണ്ട്. ഓക്കെ, അതായത് ആൻഡ് ഹാഷ് ഫംഗ്ഷനും നോഡിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി അതിൻ്റെ ക്ലാസ് ഓപ്പൺ ചെയ്ത് ഹാഷ് മാപ്പ് ക്ലാസ് ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, ഹാഷ് കോഡ് നമുക്ക് ഇവിടെ കാണാം. ഈ ഹാഷ് കോഡ് നമുക്ക് നമ്മുടേതായ ഹാഷ് കോഡ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് മാപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഹാഷ് കോഡ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഹാഷ് കോഡ് എത്രത്തോളം നല്ല ഹാഷ് കോഡാവുന്നോ അതിനനുസരിച്ച് കൊളീഷൻസ് കുറവായിരിക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ ട്രൈ ചെയ്തൊരു എക്സാമ്പിളായിരുന്നു സെയിം കീക്ക് 2 വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതിൽ കാണാം എപ്പോഴും പുതിയ വാല്യൂ വന്നിട്ട് പഴയ വാല്യൂവിനെ ഓവർറൈഡ് ചെയ്യും. അതായത് സെയിം കീ ആണെങ്കിൽ പഴയ വാല്യൂ പുതിയ വാല്യൂ ആയിട്ട് ഓവർറൈഡ് ചെയ്തിട്ടാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയത്. ഓക്കെ, സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാഷ് മാപ്പിൻ്റെ മെയിനായിട്ടുള്ള ഇംപ്ലിമെൻറ്റഡ് ക്ലാസ് എന്നുള്ളത്. സോ നമുക്ക് ഹാഷ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഈക്വൽസൊക്കെ നമുക്ക് കസ്റ്റമറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് നമ്മുടെ മെയിൻ ക്ലാസ്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമായിട്ട് ഹാഷ് ഫംഗ്ഷനും നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ടോട്ടലി ഹാഷ് മാപ്പിൻ്റെ ഇൻറ്റേർണൽ വർക്കിങ്ങും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഗൈഡും. ഓക്കെ.